അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പഴവും അവിലൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെമ്പ അവിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ തന്നെ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് കുറച്ച് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയാൽ മതി. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗീ കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും ഈ ബ്ലാക്ക് കളറിലുള്ള വലിയ റൈസിൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതും ആദ്യം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഗോൾഡൻ റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവില്ല. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ട് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് പിന്നെ മധുരം കുറച്ച് മാത്രം ചേർത്താൽ മതി. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് നൈസ് ആവേണ്ട ആവശ്യമില്ല. ഇതേപോലെ 4ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നെയ്യിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വന്നാൽ മതി. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. കുറച്ച് ശർക്കര, ഒരു പീസ് ശർക്കര ഒന്ന് പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. അത് അരിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാനിയിൽ ഈ ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് ഒന്ന് കുക്കായിട്ട് ഈ പാനി ഒരു സ്റ്റിക്കി ആവുന്ന രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയും ഏത്തപ്പഴവും ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിൽ ഒന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പാകത്തിനാണ് വേണ്ടത്. കയ്യിൽ കുറച്ച് ഈ ഒരു പാനി ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കി ആവുന്ന പാകമാകുമ്പോൾ ഇതിലേക്ക് അവിലൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള അവിലും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. നൂൽപ്പരം ആകുന്നത് വരെ ഈ ശർക്കരപ്പാനിയിൽ ഏത്തപ്പഴം വേവിച്ചെടുക്കരുത്. ഒരു സ്റ്റിക്കി ആകുമ്പോൾ തന്നെ ഈ ഒരു അവിലും നട്ട്സും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്കോ മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്